ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് 2 ഗസ്റ്റുകളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരു ഉസ്താദും ആളുടെ കൂടെയുള്ള ഒരാൾ 2 പേരാണ് കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് നോമ്പ് തുറ കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഇത്തവണ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ വീട്ടിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ ഉസ്താദിന് കുറച്ച് പ്രായമുള്ളൊരു ആളാണ്. അപ്പോൾ ആൾക്ക് ചിക്കൻ അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇടിയപ്പവും മുട്ടക്കറി ആക്കാമെന്ന് കരുതി. പിന്നെ ഈ തവണ നോമ്പിന് ജീരകക്കഞ്ഞിയോ തരിക്കഞ്ഞിയോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൻപയറും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വൻപയറൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകക്കഞ്ഞിക്ക് വേണ്ട ജീരകശാല റൈസ് അതും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ചെറിയുള്ളിയും ഒക്കെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ജീരകക്കഞ്ഞിയൊക്കെ എല്ലാവരും വെക്കുന്നതായിരിക്കും അല്ലേ. നോമ്പ് തുറന്നിട്ട് കുടിക്കാനാണെങ്കിലും ഇടയത്താഴം കുടിക്കാനാണെങ്കിലും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ജീരകക്കഞ്ഞി. അപ്പോൾ ആശാളിയും ഉലുവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും ചതമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകക്കഞ്ഞിയുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെന്ത് വന്ന സമയത്ത് നമ്മൾ ആശാളി ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര മെഡിസിനൽ ഗുണങ്ങളൊക്കെയുള്ള സംഭവമാണ് കേട്ടോ ഈ ആശാളി. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം, നമ്മൾ കഞ്ഞിയുടെ പാകമാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങയും ചെറുള്ളിയും ചെറിയ ജീരകം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു സംഭവം. എല്ലാവരും കുടിക്കും. മിക്ക വീടുകളിലും ചില വീടുകളിൽ സ്ഥിരമായിട്ട് നോമ്പ് 30 ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്ന വീടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വൻപയർ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ വൻപയർ നല്ല പാകത്തിനാണ് വെന്തിരുന്നത് കേട്ടോ. പിന്നെ ആ ഒരു വെള്ളം വറ്റണ വരെ ഒന്ന് ഞാൻ അടുപ്പത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് മുട്ടക്കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മുട്ട പുഴുങ്ങാനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോമ്പായിട്ടിപ്പോൾ സത്യം പറഞ്ഞാൽ ഒട്ടും ഒന്നിനും നേരില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വെളുപ്പിന് സുബിയൊക്കെ കഴിഞ്ഞാണല്ലോ ഗൾഫിൽ. പിന്നെ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്. പിന്നെ ഒരു 12 മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ. പിന്നെ അന്നത്തെ നോമ്പിൻ്റെ പരിപാടികളിലേക്ക് കിടക്കും. രാത്രി നിസ്കാരവും കാര്യങ്ങളും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോവും. അങ്ങനെ മൊത്തത്തിൽ ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 2-2.5 ഗ്ലാസ് അരിപ്പൊടിയും അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അതിലേക്കൊന്ന് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സവാളയും കറിവേപ്പിലയും പച്ചമുളകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ആ സമയത്ത് ഇടിയപ്പത്തിൻ്റെ മാവൊന്ന് നന്നായിട്ടൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഈ അരോമയുടെ അരിപ്പൊടിക്ക് നോർമൽ അരിപ്പൊടികളേക്കാളും അത്യാവശ്യം നന്നായിട്ട് വെള്ളം വേണം കേട്ടോ. എന്നാലും അത് സെറ്റായിട്ട് വരുള്ളൂ. ഇരട്ടി വെള്ളം വേണ്ട വരുമെന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ അസറസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോഴത്തേനും ഇതൊന്ന് സിമ്മിലിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു മുട്ടക്കറി. അപ്പോൾ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സവാള നന്നായിട്ട് വാടി വരണം. കാക്കൊട്ടും മുട്ടക്കറിയുടെ സവാള അങ്ങനെ കിടക്കണത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു നമ്മളുടെ നെയ്ച്ചോറിലേക്കൊക്കെ വറുത്തിടുന്ന സവാള ഉണ്ടല്ലോ, ആ ഒരു പാകമാവണമെന്നാണ് ആൾക്കൊക്കെ ഇഷ്ടം. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ച മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പടിപൊളി നല്ല മുട്ട റോസ്റ്റായിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, അത്ര പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയാക്കണമല്ലോ, അല്ലെങ്കിൽ തികയാനും പാടാണ്. ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ട് നല്ല അടിപൊളി മുട്ട റോസ്റ്റായിട്ടുണ്ട്. പക്ഷേ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നിക്ക പറഞ്ഞ ഒരുപാട് ഹെവി ആയിട്ടൊന്നും വേണ്ട,
ഉള്ളത് വെച്ചിട്ട് മതി, ഒരുപാട് ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണമെന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നാക്സൊക്കെ കുറച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇവിടെ അടുത്തുള്ള മദീന മാളിൻ്റെ അകത്ത് കോഴിക്കോട് സ്റ്റാർ ഉണ്ട്, അവിടുത്തെ കടികളും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ മുഹബത്തിക്ക സർവത്ത് അതും റെഡിയാക്കണം. പേരക്കയുടെ ജ്യൂസും അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പേരക്ക ജ്യൂസ് അടിക്കാൻ പാകത്തിനുള്ള കുറച്ചത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെനു കേട്ടോ. അല്ലാതെ ഒരുപാട് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴത്തേനും ഇടിയപ്പത്തിൻ്റെ പരിപാടി തുടങ്ങി. ഇടിയപ്പം ഇപ്പോൾ കുറച്ചായിട്ട് ചില സമയത്ത് ഭയങ്കര ഹാർഡായിരിക്കും കേട്ടോ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല പത്തിരിക്ക് കുഴക്കണ പോലെ പൊടിയൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കും. അപ്പോഴാണ് കേട്ടോ പിന്നെ അത് സെറ്റായിട്ട് വരണേ. ഒരു 2.5 ഗ്ലാസ് എടുത്തത് കൊണ്ട് ഇതിലിപ്പോൾ ഓൾറെഡി ഒരു 4 തട്ടുണ്ട്. 3 തട്ടിലേക്ക് എടുക്കാറുള്ളൂ കേട്ടോ. താഴത്തെ തട്ടിലേക്ക് വെള്ളം കയറും, അതുകൊണ്ട് 3 തട്ടിലേ വെക്കാറുള്ളൂ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഈ 3 തട്ടിൽ കറക്റ്റായിരിക്കും കേട്ടോ. 2.5 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും മതിയാവും. അപ്പോൾ 2 പേരല്ലേ എക്സ്ട്രാ ഉള്ളൂ. പിന്നെ അവർ ഒരുപാട് നേരം ഇരിക്കില്ലല്ലോ, മാരി ബിസ്കരിച്ച് ഉടനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ പേരക്ക ഉണ്ടായിരുന്നു, അതും പാലൊക്കെ കൂടി ജ്യൂസ് അടിക്കുന്നുണ്ട്. പേരക്ക ഞാൻ അങ്ങനെ അരിച്ചെടുക്കാറില്ല കേട്ടോ. എനിക്ക് ആ ഒരു കുരു ഉള്ളത് ഇഷ്ടമാണ്. പിക്ക എപ്പോഴും പറയും അരിക്കാത്ത എന്താണെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാനാണെങ്കിൽ അത് വിട്ടും പോവും. അതങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും സെർവ് ചെയ്യാറ്. പിന്നെ ഫ്രീസറിൽ കുറച്ച് നഗറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് വാങ്ങിയത്. അപ്പോൾ അതും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കല്ലുമ്മക്കായ അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ റോസൊക്കെ വേണ്ടിയിട്ട് വാട്ടർ മെലനാണ്. അപ്പോൾ അത് ചെറിയ നല്ല ഫൈൻ ക്യൂബായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതൊരു നമ്മളുടെ ഏത് ജ്യൂസിൻ്റെ ജാറാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ റോസ് ഒഴിക്കുക, പാല്, കസ്കസ് ഓൾറെഡി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റെഡിയായി. ഇത് ഓൾമോസ്റ്റ് ഡെയിലി എന്ന് പറഞ്ഞോണം വീട്ടിലുണ്ടാക്കാറുണ്ട്. കാരണം എല്ലാവരും ഇഷ്ടപ്പെട്ട് കുടിക്കേണ്ടതാണ് കേട്ടോ. ഹാറൂനും ഹംദാനും ആസിമിന് വേണ്ട, അവൻ കുടിക്കാറില്ല. അവന് തണ്ണിമത്തൻ കട്ട് ചെയ്തതാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ കസ്കസ് കുറച്ച് കൂടുതൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫ്രിഡ്ജിൽ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത്, ഐസ് ക്യൂബ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി വാട്ടർ മെലനാണെങ്കിലും പേരക്കയാണെങ്കിലും പാലാണെങ്കിലും എല്ലാത്തിനും കുറച്ച് തണുപ്പുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതവിടെ സെറ്റായിക്കോളും. അതിന് ഇടിയപ്പമൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാസറോളിലേക്കൊക്കെ ഇട്ട് വെക്കണം കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കിച്ചണിൻ്റെ ഏകദേശം ഒരു സ്പേസ് മൊത്തം വേണ്ട വരും കേട്ടോ. ഇടിയപ്പത്തിൻ്റെ വലിയ പാത്രവും പിന്നെ തട്ടുപാത്രം എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് സ്പേസ് കൂടുതൽ വേണ്ടി വരും. അതിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞാലാണ് സത്യം പറഞ്ഞ സമാധാനമാവുള്ളൂ. അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ വെച്ച് നഗറ്റ്സും കല്ലുമ്മക്കായയും എല്ലാം റെഡിയാക്കി എല്ലാം ടേബിളിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. ആ സമയത്തൊന്നും ഉസ്താദ് എത്തിയിട്ടില്ല. കറക്റ്റ് ആ ഒരു സമയമായപ്പോഴാണ് കേട്ടോ ആൾ വന്നത്. അപ്പോൾ ആളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവറും കൂടിയിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫ്രൂട്ട്സൊക്കെ വന്നപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ചെറിയൊരു വീഡിയോ ഹാറൂന് എടുത്താണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. പിന്നെ ഹാസിമിന് അവരുടെ കൂടെ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ കിച്ചണിൽ നിന്ന് ഒരു ചെയറൊക്കെ കൊണ്ടുപോയി കുക്കാടെ അടുത്ത് തന്നെ ഇരിക്കണമെന്നും പറഞ്ഞ് വാശി. അങ്ങനെ കിച്ചണിൽ നിന്ന് ഒരു ചെയർ കൊണ്ടുപോയി എടുത്തിടിച്ച് അവരെ നടുക്ക് പോയി ഇരിക്കണതാണ് കേട്ടോ. അന്ന് വല്ലാത്തൊരു വാശിയും സ്വഭാവമൊക്കെ ആയിരുന്നു. ഉസ്താദ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന റബ്ബർ ടോയ്സ് എന്തൊക്കെയോ ഇടണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. പിന്നൊക്കെ അത് നൈസായിട്ട് എടുത്ത് മാറ്റി. അങ്ങനെ ഇതൊക്കെ ചെറുതായിട്ട് ഹാറൂനെടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ആദ്യം നോമ്പോരയൊക്കെ കഴിഞ്ഞ് ഉസ്താദ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യാസീനോദി ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ അതിനുശേഷം അവർ ഫുഡ് കഴിച്ച് കുറേ നേരം സംസാരിച്ചിരുന്നു. നമ്മൾ വേഗം പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു 8:30 8:45 ആയി ഉസ്താദ് പോയപ്പോൾ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ടെക്ക ഫുഡ് കഴിക്കണം. ഞങ്ങളപ്പോഴാണ് കഴിക്കാറ്. ഇപ്പോൾ ഒരു റബ്ബറിൻ്റെ ടിന്നെടുത്തിട്ട് ആ റബ്ബർ ഫുള്ള് ഡൈനിങ് ഹോളിലിട്ടിട്ട് അതിങ്ങനെ ലെയർ ചെയ്ത് കളിക്കുകയാണ് കേട്ടോ.
അതൊരു പകുതി സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തട്ടി താഴേക്കിടും, പിന്നെ ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കളിച്ചിരിക്കട്ടെ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് പറക്കി വെച്ചാൽ മതിയല്ലോ എന്ന് കരുതി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇക്കാടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ആൾ പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫാമിലി ഒന്നുമില്ല. അപ്പോൾ കഞ്ഞി എന്തെങ്കിലും വേണോ, ഞാൻ ജീരകക്കഞ്ഞി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എടാ ബെസ്റ്റ് ടൈമാണ്, എനിക്ക് നല്ല പനിയുണ്ട്, കഞ്ഞി ഉണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പക്ഷെ നോക്കിയപ്പോൾ എല്ലാവരും കഴിച്ച് ഇക്കായും ഞങ്ങളും, കാരണം ഈ തവണ ഒട്ടും കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. കുടിച്ചു കഴിഞ്ഞപ്പോൾ കഞ്ഞി വളരെ കുറവ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ, അത്ര വലിയ ടൈമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഞാൻ രണ്ടാമത് മൂപ്പർക്ക് കുറച്ചും കൂടി കഞ്ഞി ഉണ്ടാക്കി. അപ്പോൾ ഇക്കാക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടാ. കഞ്ഞി വൻപയറൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായല്ലോ, ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഉള്ളൊരു കളിയായിരുന്നല്ലോ. അപ്പോൾ ഡെയിലി ഇത് തന്നെ മതി എന്നൊക്കെ അന്നങ്ങനെ ഡയലോഗ് പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് ദിവസത്തെ എന്ത് കിട്ടുമ്പോഴും ആൾ പറയണതാണ് കേട്ടോ. അങ്ങനെ മൂപ്പർക്ക് കുറച്ച് കഞ്ഞിയും പിന്നെ ഇടിയപ്പം മുട്ടക്കറിയൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. വളരെ ലളിതമായ എന്നാൽ അത്യാവശ്യം എല്ലാം ഉള്ളൊരു നോമ്പ് തറയായിരുന്നു. അതേപോലെ 2-3 പേർക്ക് നോമ്പ് തുറപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.